എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സേമിയ ചേർത്ത ഒരു പാലൈസിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യണത്. നമ്മൾ പലതരം ഐസുകളുടെ റെസിപ്പി മുന്നേ ചെയ്തിരുന്നു, പക്ഷെ അത് നമ്മളത് ഗ്ലാസ്സിലാണ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യണത് മോൾഡിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്യണത്, ഐസ് ട്രേയിൽ കൂടെ ചെയ്യണുണ്ട്. അപ്പോൾ മോൾഡും ഗ്ലാസ്സും ഒന്നും ഇല്ലാത്തവർക്കും ഐസ് ട്രേയിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പാൽ ഐസ് അല്ലെങ്കിൽ പാൽ ചേർത്ത സേമിയ ഐസ് തയ്യാറാക്കുക എന്നാണ് കാണിക്കുന്നത്. നമ്മൾ സൈക്കിളിലൊക്കെ വരുന്ന പാലൈസ് കണ്ടിട്ടുണ്ടല്ലോ, ആ പാലൈസിനേക്കാളും അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മാത്രമല്ല ഇതിൽ നമ്മൾ അഡീഷണൽ ഫ്ലേവറോ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സോ ചേർക്കണില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോപ്സിക്കൽ മോൾഡിലും അതുപോലെ തന്നെ ഐസ് ട്രേയിലും ഐസ് തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് പാലും പഞ്ചസാരയും സേമിയയാണ് ആവശ്യം. അപ്പോൾ ഞാൻ അതിനായിട്ട് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് വന്നു തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സേമിയ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിനേക്കാളും കുറച്ച് കുറവ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. സേമിയ നന്നായി വെന്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സേമിയ വെന്ത് കറക്റ്റ് ആവാനായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് 2-3 തളയും കൂടി ആയി കഴിഞ്ഞാൽ വെന്ത് റെഡിയാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അതിനാണ് ചെയ്യുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യണത്. അതിന് ശേഷം മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഐസ് ആയതുകൊണ്ട് കുറച്ചധികം പഞ്ചസാര ഉള്ളത് നല്ലതാണ്, എങ്കിലാണ് ഐസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കൂടെ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസ് ഒഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അതല്ല, ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്നെസ് വരും. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മോൾഡിലും ഐസ് ട്രേയിലും ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇത് തണുത്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഐസ് മോൾഡിൽ ഒഴിച്ചു വയ്ക്കാം. നമ്മൾ ആദ്യം ഐസ് ട്രേയിൽ ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് മോൾഡിൽ ഒഴിക്കാം. ഇതൊരു 3 മോൾഡിലേക്കുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് ഓരോ മോൾഡിലായിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാണ്. അതിനുശേഷം അതിൻ്റെ നടുക്ക് കത്തി കൊണ്ട് ചെറിയൊരു ഹോളുണ്ടാക്കി അതിലേക്ക് ഐസ്ക്രീം സ്റ്റിക്കുകൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മളിതിന് മുമ്പ് ചോക്കോ ബാറ് അതുപോലെ തന്നെ പലതരം ഐസുകൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. പിന്നെ പപ്പായ വെച്ചിട്ടും അത് മാംഗോ ബാർ പോലെ ചെയ്തിരുന്നു, വളരെ ടേസ്റ്റാണ്. അതും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഐസാണ് സെറ്റായി കഴിഞ്ഞു, കൊണ്ട് ഉറച്ച് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
നമ്മളങ്ങനെ ഐസ് ട്രേയിൽ ഐസും അതുപോലെ തന്നെ മോൾഡിൽ ഐസും എടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.